കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ കാൽപാദത്തെങ്കിൽ ഞങ്ങൾ വീണ് വണങ്ങുന്നു കർത്താവേ. അവിടുന്ന് സർവശക്തനായ ദൈവം, സർവ്വത്തെയും സൃഷ്ടിച്ചവനായ കർത്താവിൻ്റെ മുമ്പാകെ കർത്താവേ, ഞങ്ങൾ ആ പാതാരബന്ധത്തിലെ കർത്താവേ ഞങ്ങൾ കുമ്പിടുന്നു. ഞങ്ങളെ തന്നെ ഒരു സമ്പൂർണ്ണമായിട്ട് കർത്താവ്, ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾക്ക് കൂടുവാൻ എന്തോ ഉള്ളൂ കർത്താവെ. അവിടുന്ന് കർത്താവെ സർവ്വത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം, സർവ്വത്തെയും നിലനിർത്തുന്ന കർത്താവെ പരമാധികാരിയായ ദൈവമായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ ഒരു നിർമ്മല മനസാക്ഷിയോടെ അവിടുത്തെ മുമ്പാകെ ഇരിപ്പാൻ സഹായിച്ചാട്ടെ കർത്താവെ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിൽ അധികമായിട്ട് കർത്താവെ അളവില്ലാതെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. ഞങ്ങൾ ഈ സായാഹ്ന വേളയിൽ കർത്താവെ അവിടുത്തെ ചുറ്റും കർത്താവെ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ മനുഷ്യൻ്റെ ഒരു ശബ്ദമല്ല കർത്താവെ, അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ആത്മാവിൽ മുഴങ്ങി കേൾക്കണം കർത്താവെ. യോഹന്നാൻ അപ്പോസ്തലൻ ആ പത്മോസ് ദ്വീപിൽ വെച്ച് ആത്മാവിലായിരുന്നു അവന് കർത്താവെ. അവിടുത്തെ ശബ്ദം കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് കേട്ടതുപോലെ കർത്താവെ, അവിടുത്തെ അമൃതസ്വരം പോലും കർത്താവെ, അവിടുത്തെ ആ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിൽ മന്ത്രിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും കേൾപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, അഗ്നി പോലെ ആയിരിക്കുന്നവർക്ക് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇത് പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെയുള്ള അവിടുത്തെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം കർത്താവെ. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. അവിടുന്ന് തന്നെ നിത്യജീവന മൊഴികളെ തരണമേ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിനെ വിലയേറി മാത്രമുള്ള നാമത്തിൽ തരാം. ആമേൻ. നമ്മൾ കോട്ടേജ് മീറ്റിംഗ്സിൽ ഞാൻ പറയുന്നതെല്ലാം അവിടെ വരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കുറച്ചുകൂടെ അടുത്തോട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഓക്കെ. കോട്ടേജ് മീറ്റിംഗ്സിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വാക്യപ്രതിവാക്യം എന്നുള്ളതിനേക്കാട്ടിലുപരി വാക്ക് പ്രതിവാക്ക് എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് ആയിട്ടൊക്കെ പതുക്കെ നമ്മളൊക്കെ പോകുമായിരുന്നു. അപ്പം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ എത്തിയിട്ടുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് കണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം കർത്താവിൻ്റെ 33 വർഷക്കാലം കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു സ്നേഹവിരുന്ന് അന്ത്യത്താഴം ഉണ്ണുന്നു. അതെ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി. നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ആ കർത്താവിൻ്റെ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിലുള്ള സംഭവവികാസങ്ങൾ യോഹന്നാൻ 13 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി അപ്പം പങ്കിട്ട് കൊടുത്തു. യൂദാസും അത് വാങ്ങിച്ചു. എന്നാൽ യൂദാസ് അത് വാങ്ങിച്ച് അവന് രാത്രിയിലേക്ക് ഇറങ്ങിപ്പോയി കർത്താവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോയതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 13:30 കാണുന്നുണ്ട്. പിന്നെ 31 മുതൽ 14, 31-ാമത്തെ വാക്യം മുതൽ 13-ന്റെ അവസാനം വരെ, പിന്നെ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം മൊത്തവും കർത്താവ് ബാക്കിയുള്ള 11 ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു ദീർഘ സംഭാഷണം, ഒരു ലോങ് ഡിസ്കോഴ്സ് നമ്മൾ കേൾക്കുക. അതിനുശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥന, അല്ലെങ്കിൽ ഹൈ പ്രീസ്ലി പ്രേയർ, മഹാപുരോഹിത പ്രാർത്ഥന എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രാർത്ഥന നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 18-ാം അധ്യായത്തിൽ കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് കയറുന്നതും പിന്നീട് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ആ 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായം, അതിൽ 14-ാം അധ്യായത്തിൽ അത് കർത്താവ് ശിഷ്യന്മാരുമായിട്ടൊരു മാളിക മുറിയിലിരുന്ന കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മർക്കോസ് 14-ലും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു അപ്പർ റൂം, ഒരു ടെറസിൻ്റെ ഒരു തുറന്ന ഏരിയയിലോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് അവർ അന്ത്യത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം 14-ാം അധ്യായത്തിൻ്റെ അവസാനം 31-ാമത്തെ വാക്യത്തിൽ നമുക്ക് എഴുന്നേൽക്കുക, നാം പോവുക എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം കർത്താവ് അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയെന്നുള്ളൊരു സൂചന പിന്നെ നമുക്ക് ലഭിക്കുന്നത് മത്തായി 26:30 അവർ ഒലിവുമലയിലേക്ക് പോയതായിട്ട്, ഒരു സ്തോത്രഗീതം പാടി ഒലിവുമലയിലേക്ക് പോയതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലോ ഒലിവുമലയിൽ ചെന്നതിന് ശേഷമൊക്കെ ആയിരിക്കും കർത്താവ് ഞാനൊരു മുന്തിരിവള്ളി, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ള ആ 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതലുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ഒലിവുമലയിലോട്ട് പോകുന്ന വഴിയിലോ ഒലിവുമലയിൽ ചെല്ലുമ്പോഴോ ഒക്കെ അവിടെ ഒരുപക്ഷെ മുന്തിരി ഒക്കെ തളർത്ത് പൂത്ത് കായ്ച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ട് കർത്താവ് താനാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ളൊരു കാര്യമൊക്കെ കർത്താവ് അവിടെ യോഹന്നാൻ 15-ന് 1-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാം, നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇസ്രായേലിനെയും ദൈവം ഒരു മുന്തിരിയോടൊക്കെ സാദൃശ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ യെശയ്യാവ് 5-ാം അധ്യായത്തിലും സങ്കീർത്തനം 80-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കണ്ടു. ഇസ്രായേലിൽ നിന്നൊരു മുന്തിരിവള്ളിയായിട്ട് കൊണ്ടുവന്ന് നട്ടു.
കനാന്യ ദേശത്ത് നമ്മളവിടെ സങ്കീർത്തനം 80-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം മുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടായിരുന്നു. അപ്പം എന്നാൽ ഇസ്രായേൽ കയ്പുള്ള മുന്തിരിയാണ് ഇസ്രായേൽ കായ്ച്ചത്, കാട്ടുമുന്തിരിയാണ് കായ്ച്ചത്. ഇസ്രായേലിന് ദൈവത്തിന് നല്ല ഫലം കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇസ്രായേൽ ഗോത്രത്തിൽ തന്നെ യഹൂദ ഗോത്രത്തിലെ കർത്താവ്, യഹൂദ ഗോത്രത്തിന് സിംഹമായിട്ട് കർത്താവ് മരിയയിൽ ഉരുവായി ദാവീദിന്റെ പുത്രൻ എബ്രഹാമിന്റെ സന്തതിയായിട്ട്, ദാവീദിന്റെ സന്തതിയായിട്ട് കർത്താവ് മനുഷ്യനായിട്ട് കർത്താവ് ജീവിച്ച്, കർത്താവ് പൂർണ്ണമായ ദൈവമായിരിക്കെ എന്നാൽ മനുഷ്യനായിട്ട് നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു. എബ്രായർ 4:15 നമ്മൾ കാണുന്നുണ്ട്. എല്ലാ പ്രലോഭനങ്ങളും പരീക്ഷകളും എല്ലാം നേരിട്ട് ഒരിക്കലും പാപം ചെയ്യാതെ കർത്താവ് പിതാവിൻ്റെ സമ്പൂർണ്ണ ഹിതം ചെയ്ത്, പിതാവിൻ്റെ ഹിതം ചെയ്ത്, ഓരോ കാര്യത്തിലും പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത്, പിതാവിന് ഏറ്റവും പ്രസാദകരമായ ഫലം കാഴ്ചയൊരു യേശുവിൻ്റെ ആ ഒരു ഫലഭൂയിഷ്ടമായ ഒരു ജീവിതം അതാ നമ്മൾ കാണുന്നത്. അപ്പോൾ യേശു അങ്ങനെ ഫലം കായ്ച്ചു. ഇനിയിപ്പം കൊമ്പുകളായിട്ട് നമ്മളെ ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിന് 5-ാമത്തെ വാക്യത്തിൽ കണ്ടേ. ഞാൻ മുന്തിരിവള്ളി നിങ്ങളും കൊമ്പുകളും ആകുന്നു. ആ 11 ശിഷ്യന്മാരോടാണ് പറയുന്നത്. എന്നാൽ നമ്മളെല്ലാവരും കാട്ടൊലിവ് മാതിരി ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ നാട്ടൊലിവിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റോമർ 11 കണ്ടു. അപ്പം അങ്ങനെ നമ്മളും നല്ല ഫലം കായ്ക്കാനായിട്ട് കർത്താവ് നമ്മളെ കൊമ്പുകളാക്കി വെച്ചിരിക്കുന്ന കാര്യവും, നമുക്ക് ഫലം കായ്ക്കുന്നതിനായിട്ട് നമ്മളുടേതായ ഒരു സ്വയാധ്വാനത്തിലല്ല ഫലം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. ജീവിതത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം നമ്മളവിടെ കാണുന്നുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും. നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ദയ, ദീർഘക്ഷമ, സൗമ്യത, വിശ്വസ്തത, വിശ്വാസം എന്ന് ആ ഒരു പിസ്റ്റസ് എന്നുള്ള ആ ഒരു ഗ്രീക്ക് പദത്തിൽ വിശ്വാസവും വിശ്വസ്തതയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദം. വിശ്വസ്തതയും വിശ്വാസവും പിന്നെ ഇന്ദ്രിയജയവും എല്ലാം അതായത് യേശുവിൻ്റെ സ്വഭാവമാണ് ആത്മാവിൻ്റെ ഫലം. ആ യേശുവിൻ്റെ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ നമുക്കും കർത്താവിന് മുമ്പാകെയുള്ള ഒരു താഴ്മയിൽ നമുക്കും സ്നേഹത്തോടെ ശത്രുക്കളെ സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും സമാധാനത്തോടെ ആയിരിക്കാനും ഇപ്പോഴും കർത്താവിലുള്ളൊരു സന്തോഷത്തോടെ ദീർഘക്ഷമയോടെ പരോപകാരത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മൾ വിശ്വസ്തയോടെ കർത്താവിലുള്ള വിശ്വാസത്തോടെ സൗമ്യതയോടെ ഇന്ദ്രിയജയത്തോടെ ഒക്കെ നമ്മൾ ഈ ഭൂമിയിൽ ദീർഘക്ഷമയോടെ ഒക്കെ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ആ ഒരു സ്വഭാവം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫലം കായ്ക്കുക. പിന്നെ ജീവിതത്തിൻ്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ മറ്റുള്ളവർക്കൊരു പ്രയോജനമായിട്ട് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്നു. അവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കർത്താവിലേക്ക് കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ കർത്താവിനെ അറിയാനിടയാവുന്നു. കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവർ കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതം ഒരു മുഖാന്തരമായി തീരുമ്പോൾ അത് നമ്മുടെ ശുശ്രൂഷയുടെ ഫലമായി. നമുക്ക് ഒരുപക്ഷെ വലിയ ഒരു ക്രൂസൈഡ് മിനിസ്ട്രി മാതിരി വലിയ ലോകം കാണുന്ന രീതിയിലുള്ള വലിയ ശുശ്രൂഷ എന്നുള്ളതല്ല, മറിച്ച് ദൈവം നമ്മളെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലാക്കി വെച്ചിരിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണോ ഉള്ള റോള്, ദൈവം നമ്മളെ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെ എത്രത്തോളം ആർക്കൊക്കെ പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനെല്ലാം നമ്മൾ പ്രയോജനപ്പെടുമ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ഫലമായി. അപ്പം അങ്ങനെ ആ ഫലം കായ്ക്കുന്നതിന് ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ സീക്രട്ട് നമ്മളുടേതായ എന്തെങ്കിലും ഒരു ടാക്ടിക്സോ നമ്മളുടേതായ പല തന്ത്രങ്ങളോ പല ആലോചനകളോ നമ്മളുടേതായ ഡിപ്ലോമസിയോ ഇപ്പം ഈ രാഷ്ട്രതന്ത്രജ്ഞത എന്നൊക്കെ നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടൊക്കെ കാണുമ്പോൾ അവിടെ വലിയ രാഷ്ട്രതന്ത്രജ്ഞന്മാർ വലിയ കാര്യങ്ങൾ മെനഞ്ഞ് അവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നത്. ലോകത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ. എന്നാൽ യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ഇനിയിലങ്ങ് വസിച്ചാൽ മതി, ഞാൻ നിങ്ങളിലും വസിച്ചോളാം, നിങ്ങൾ വളരെ ഫലം കായ്ച്ചോളും. അതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് കർത്താവിലങ്ങ് വസിച്ചാൽ നമ്മളുടേതായ എന്തോ ഒരു മൽപ്പിടുത്തത്തിലല്ല, മറിച്ച് എനിക്ക് കർത്താവിനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. യോഹന്നാൻ 15:5 അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവിനെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളിന്ന് പാട്ട് പാടിയതുപോലെ ആവശ്യഭാരത്താൽ കർത്താവെ ഞങ്ങൾ വന്ന് കീഴുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രാവസ്ഥയിൽ നമുക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ള വലിയൊരു ബോധ്യത്തോടെ കർത്താവിനെ പിരിഞ്ഞ് നമ്മൾ ചെയ്യുന്നതല്ല ഈ കാട്ടുമുന്തിരി മാതിരിയുള്ള ജഡത്തിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും. അത് ചിലപ്പോൾ മാർത്തയെ പോലെ വലിയ അധ്വാനം മാതിരിയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ കർത്താവിന് അതൊരു പ്രസാദകരമായിട്ടുള്ള കാര്യമില്ല. നമ്മളായിട്ട് എന്തൊക്കെയോ നമ്മുടെ ബുദ്ധിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ കൂടുതൽ കുഴങ്ങി മറിഞ്ഞ് നമ്മളും കുഴങ്ങി മറിഞ്ഞ് ബാക്കിയുള്ളവരും കൂടെ കുഴക്കി മറിച്ച് അങ്ങനെയൊക്കെയുള്ള പല ഒരു എന്താണ് പറയുന്നത് നമ്മളുടേതായ ഒരു സ്വയത്തിലുള്ളൊരു അധ്വാനത്തിൻ്റെ ഒരു കാര്യമല്ല, മറിച്ച് മറിയം കർത്താവിൽ വസിച്ച് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവ് തനിക്ക് പ്രേരണ നൽകിയതുപോലെ മറിയത്തിന് വലിയൊരു ശുശ്രൂഷ നമ്മൾ പിന്നീട് മർക്കോസ് 14 മത്തായി 26 കാണുമ്പം മറിയം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കർത്താവിനെ
കർത്താവിനെ തൈലം പൂശുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. മറിയത്തിൻ്റെ വലിയൊരു ശുശ്രൂഷ ഇന്ന് എന്നേക്കും സുവിശേഷം പറയുന്നിടത്തൊക്കെ അത് കർത്താവ് പറയത്തക്ക വണ്ണം മറിയത്തിൻ്റെതായ ഒരു ശുശ്രൂഷ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിൻ്റെ പ്രേരണയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ട്, അതായത് ഒരു മാവിൻ്റെ കൊമ്പുകൾ അനേകമുണ്ട്. അത് മാങ്കൊമ്പുകൾക്ക് ആർക്കും ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് അത് മാവിൻ്റെ കൊമ്പ് ആ മാവിൻ്റെ തായ്തടിയിൽ അങ്ങ് വസിച്ചാൽ മതി, അത് ഫലം കായ്ച്ചോളും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഫലം കായ്ക്കാനായിട്ട് വേറെ ഒന്നുമില്ല, വേറെ എങ്ങും പോകാനില്ല. നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണല്ലോ ഉണ്ട്, ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകുന്ന പത്രോസ് ചോദിക്കുന്നത്. എവിടെ? യോഹന്നാൻ 6:67-68 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ആ പത്രോസ് ആ ഒരു നിസ്സഹായതയുടെ, നിങ്ങളും എന്നെ വിട്ടു പോകുന്നോ, ബാക്കി എല്ലാവരും പോയല്ലോ, നിങ്ങളും വിട്ടു പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ എങ്ങോട്ട് വിട്ടു പോകാനാ, അങ്ങേ വിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അങ്ങ് മാത്രം മതി, നിത്യജീവന മൊഴികളുടെ കർത്താവേ അങ്ങയുടെ പക്കലാണ് ഉള്ളത് എന്ന് പറയുന്നതുപോലെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ഒരു ഹെൽപ്ലെസ് ഡിപ്പെൻഡൻസ്, ഒരു നിസ്സഹായതയുള്ള നമ്മുടെ ജീവിതത്തിലെ ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. നമ്മുടെ ശിഷ്യന്മാരുടെ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ കർത്താവ് പഠിപ്പിക്കാൻ അവരെ പല പരാജയങ്ങളിലൂടെ കർത്താവ് അവരെ പഠിപ്പിക്കാൻ നോക്കിയ കാര്യം അത് തന്നെ. എന്താ അവരെ രാവന്തിയോടെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ പത്രോസിനെ വിളിക്കുന്ന സമയത്തും ആ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പുനരുദ്ധാനത്തിന് ശേഷം യോഹന്നാൻ 21-ാം അധ്യായത്തിൽ പത്രോസ് വീണ്ടും ചെന്ന് സ്വയം അധ്വാനത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി, രാപകലൊക്കെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്ന ആ ഒരു പത്രോസിന്റെ ആ ഒരു 0 പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെതായ ചില പ്രവർത്തികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഫ്രൂട്ട് ബെയറിങ്, അല്ലെങ്കിൽ ഫലം കായ്ക്കാൻ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളൊരു ബോധ്യത്തോടെ പത്രോസ് ലൂക്കോസ് 5-ൽ പത്രോസിനെ വിളിക്കുന്ന സമയത്തും പിന്നീട് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ വീണ്ടും 7 ശിഷ്യന്മാരെ ഒരുമിച്ച് കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. അപ്പം കർത്താവ് നമ്മളുടെ ജീവിതത്തിലും നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പാഠം എന്താ, നമുക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളുടെ സ്വയബലം, നമ്മളുടേത് ഞാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള അതെല്ലാം മാറി നമ്മുടെ ഒരു 0 പോയിന്റിലേക്ക് എത്തുവാൻ മാത്രമല്ല അതിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ആ 0 പോയിന്റിൽ തന്നെ നമ്മൾ ആ ഒരു നുറുക്കത്തിൽ, ആ ഒരു സറണ്ടറിൽ തന്നെ നമ്മൾ നിലനിർത്താൻ വേണ്ടി കർത്താവ് പല സാഹചര്യങ്ങളിലൂടെ, പല വീഴ്ചകളിലൂടെ, പരാജയങ്ങളിലൂടെ, ചിലപ്പോൾ ചില രോഗാവസ്ഥകളായിരിക്കും, സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങളായിരിക്കും, ചില മറ്റുള്ളവരിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളോ, അതിലൂടെയൊക്കെ കർത്താവ് നമ്മളെ ബലഹീനരാക്കാൻ നോക്കുക. നമ്മളൊരു കൊമ്പാണ്, നമ്മളെ തായ്തടിയല്ല, നമ്മൾ കൊമ്പാണ്. നമ്മളൊരു കൊമ്പിനെ പോലെ നിസ്സഹായതയോടെ കർത്താവിലങ്ങ് വസിച്ചാലേ കർത്താവിന് നമ്മളിൽ വസിക്കാനൊക്കെ ഉള്ളൂ. അതിൻ്റെ 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ മാസങ്ങളായിട്ട് നമ്മളത് കണ്ടുള്ളൂ. എന്നിൽ വസിക്കുമ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മൾ കർത്താവിലങ്ങ് സിമ്പിളായിട്ട് അങ്ങ് എബൈഡ് ചെയ്താൽ മതി. നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തി സമർപ്പിച്ച് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മാർവിൽ ചാരുന്നത് പോലെയുള്ള ഒരു നിഷ്കളങ്കതയോടെ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഞാൻ നിസ്സഹായനാണ്, കർത്താവെ ഞാൻ അങ്ങയിലങ്ങ് ചാരുന്നു. അങ്ങനെ നമ്മളങ്ങ് എബൈഡ് ചെയ്യുമ്പോൾ, കർത്താവിൽ അങ്ങ് നിസ്സഹായതയോടെ ചാരി ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ആ തായ്തടിയുടെ ജീവരസം, പരിശുദ്ധാത്മാവ് ആ കൊമ്പുകളിലേക്ക്, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് വരുമ്പോൾ അവിടെ ഫലം കായ്ക്കാൻ തുടങ്ങും. നമ്മളുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വെളിപ്പെടും. കർത്താവിൻ്റെ സന്തോഷം, സമാധാനം, പരോപകാരം, ദീർഘക്ഷമ, ദയ, ഇന്ദ്രിയജയം, സൗമ്യത, വിശ്വാസം, വിശ്വസ്തത എല്ലാം യേശുവിൻ്റെ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ അധികമായിട്ട് വെളിപ്പെടാൻ തുടങ്ങും. നമ്മളുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്ന കാര്യത്തിലാവട്ടെ, മറ്റുള്ളവരെ ഉറപ്പിക്കുന്ന കാര്യത്തിലാവട്ടെ, അങ്ങനെയുള്ള എല്ലാ ഫലങ്ങളും വളരെയധികം അധികം ഫലം കായ്ക്കും, വളരെയധികം ഫലം കായ്ക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ചെത്തി വെടിപ്പാകുന്ന വചനമാകുന്ന കത്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ 2-3 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ആ സ്നേഹത്തിലങ്ങ് വസിക്കുവെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 9-ാമത്തെ വാക്യം കണ്ടു. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും സ്നേഹിക്കുന്നു. ആ ഒരു ജസ്റ്റസ് എന്നുള്ളൊരു പദം, ആ ഒരു കതറോസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം, ജസ്റ്റസ്, കാറ്റ ഓസ് എന്ന് പറഞ്ഞാൽ ഈവനസ്, സ്നേഹിക്കുന്നത് പോലെ തന്നെ. എങ്ങനെയാണോ പിതാവ് എന്നെ സ്നേഹിക്കുന്നത്, അതാ 15:9 നമ്മൾ കണ്ടത്. യേശുവിനെ പിതാവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ യേശു എന്നെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു വലിയൊരു
ഇങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വാക്യമാണ് മാത്രം. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ത്രിയേക ദൈവത്തിലെ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം അത്ര അളവില്ലാത്ത ആ സ്നേഹം കൊണ്ട് കർത്താവ് ഈ ഏഴയും പാപിയായിട്ടുള്ള എന്നെ, അത് കർത്താവ് ആരോടാ പറയുന്നേ? എല്ലാവരോടും കർത്താവ് പറയുന്നില്ല, 11 ശിഷ്യന്മാരോടാ പറയുന്നത്. നമ്മളും ആ 11 ശിഷ്യന്മാരെ പോലെ നമുക്കുള്ള വെളിച്ചത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ അവര് 11 ശിഷ്യന്മാരെ അവരെല്ലാം വിട്ട് കർത്താവിനെ പിൻഗമിച്ചവരായിരുന്നു. അവരോടാ കർത്താവ് പറയുന്നത്. അപ്പം നമ്മളും കർത്താവിന് നമുക്കുള്ള വെളിച്ചത്തിൽ കർത്താവ് ഞാൻ എല്ലാം അങ്ങേക്കായിട്ട്, അതെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇനി പല പല കുറവുകളും കാര്യങ്ങളും എല്ലാം കാണും. എന്നാൽ അതൊന്നും മൂടി മറച്ച് വെക്കാതെ നമ്മളൊരു ന്യായവാദം പറയാതെ, ഒരു എക്സ്ക്യൂസ് ഒഴുകഴിവ് പറയാതെ കർത്താവ് ഞാൻ ഈ അവസ്ഥയിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും അവിടത്തേക്കായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആ യേശുവിൻ്റെ സ്നേഹം അളവില്ലാതെ നമ്മളിലേക്ക് വരും. യേശു പറയും, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ മോനെ, എൻ്റെ മോളെ, എൻ്റെ സ്നേഹത്തിൽ നീ അങ്ങ് വസിച്ചാൽ മതി, എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ എൻ്റെ സ്നേഹത്തിൽ നീ അധികമായിട്ട് ആഴത്തിൽ വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ 10ാമത്തെ വാക്യം നമ്മൾ കണ്ടു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. അതായത് കർത്താവിൻ്റെ യേശു എങ്ങനെയാ പിതാവിൻ്റെ സ്നേഹത്തിൽ അതുപോലെ നിരന്തരമായിട്ട് വസിച്ചതെന്ന് ചോദിച്ചാൽ, യേശു പിതാവിൻ്റെ കൽപ്പനകൾ പിതാവിൽ നിന്ന് ഓരോ കാര്യവും പിതാവിൽ നിന്ന് കേട്ടു. നമ്മൾ ലൂക്കോസ് 4:4 മത്തായി 4:4 എന്താ വായിക്കുന്നത്? ദൈവം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് വെച്ചാൽ, ഓരോ സമയത്ത് ഒരു നിസ്സഹായതയോടെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ യോഹന്നാൻ 5:19 30 ഒക്കെ യേശു പറയുന്നത്. അപ്പം അതുപോലെ ആ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനായിട്ടും ആ പിതാവിന്റെ പ്രേരണയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഓഡിബിളായിട്ടുള്ള എന്തോ കേൾക്കാൻ പറ്റുന്ന ഒരു വോയിസ് ആയിട്ട് എപ്പോഴും പിതാവിന്റെ ശബ്ദം കേട്ടുന്നല്ല, മറിച്ച് യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് വന്നു, നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെടത്തൊക്കെ വേണം നമ്മുടെ അതേ എല്ലാ പരിമിതികളോടും കർത്താവ് ജീവിച്ചു നമുക്കൊരു മാതൃകയാവാൻ വേണ്ടി. അപ്പൊ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ യേശു സമ്പൂർണ്ണമായിട്ടും ഒരു സീറോ ആയിട്ട്, ഒരു പൂജ്യമായിട്ട് തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നിൽ അധികമായിട്ട് അളവില്ലാതെ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. യേശുവിന് പരിശുദ്ധാത്മാവിനെ അളവുകൂടാതെ അല്ലയോ കൊടുക്കുന്നതെന്നൊക്കെ യോഹന്നാൻ 3:34 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അളവില്ലാതെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം പിതാവിന്റെ ആ ഓരോ പ്രേരണയും പിതാവിൽ നിന്നുള്ള ഓരോ കാര്യത്തിലും എങ്ങനെ എന്ത് ചിന്തകൾ വേണം, എന്ത് കാര്യങ്ങൾ ഇപ്പം ചിന്തിക്കണം, പ്ലാൻ ചെയ്യണം, എവിടെ പോകണം, എവിടെ എന്ത് പറയണം, എന്ത് ചെയ്യരുത്, എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, ആരോട് എങ്ങനെ പെരുമാറണം, ഓരോ കാര്യത്തിലും പിതാവിന്റെ ആ ഒരു ജീവൻ ആ യേശുവില് പ്രവഹിച്ചുകൊണ്ടിരുന്നത്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ 14:9 ഫിലിപ്പോസിനോട് പറയുന്ന കാര്യം അതാ. അപ്പൊ അങ്ങനെ യേശു പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് പിതാവിൽ നിന്ന് അന്ന് പഴയ നിയമമേ ഉണ്ടായിരുന്നുള്ള യേശു ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആ പുതിയ നിയമത്തിന്റെ ആത്മാവിൽ അതിന്റെ അക്ഷരത്തിൽ അതിന്റെ ആ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു, 2 കൊരിന്ത്യർ 3:6. അപ്പം ആ പഴയ നിയമത്തിന്റെ പഴയ നിയമം അതിന്റെ ആത്മാവിന്റെ തലത്തിൽ അത് നിവർത്തിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് തനിക്ക് തന്നെ കുറിച്ച് പിതാവ് എന്താണോ പറയുന്നത് അത് പ്രമാണിച്ചുകൊണ്ട് യേശു പിതാവിന്റെ സ്നേഹത്തിൽ അങ്ങ് വസിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വസിക്കാനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് മുമ്പായിട്ട് നമുക്കായിട്ട് നമ്മളുടെ സ്വന്തം ശക്തിയിൽ എന്തോ വചനമൊക്കെ അങ്ങ് പ്രമാണിച്ചാൽ ഞാൻ അങ്ങ് യേശുവിൽ വസിക്കും, അങ്ങനെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ കർത്താവിനെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അതിന് തൊട്ട് മുമ്പ് തന്നെ കർത്താവ് പറയുന്നത്. അപ്പം നമുക്ക് യേശുവിന്റെ സ്നേഹത്തിൽ കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കണമെങ്കിൽ കർത്താവ് നമ്മളിൽ വസിച്ചാലേ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വചനങ്ങളെ നമുക്ക് പ്രമാണിക്കാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിന്റെ ആ വചനത്തിന് മുമ്പായിട്ട് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഓരോ വചനം, അതിപ്പം ദൈവത്തിന്റെ വചനത്തിൽ ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യത്തിനും നമ്മളുടെ പരിചയത്തിനും ഒക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ കാണുമ്പോൾ കർത്താവെ എൻ്റെ പാരമ്പര്യവും എൻ്റെ ഞാൻ വിചാരിച്ചു വെച്ചതുപോലെ അല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ അനുസരിക്കാനായിട്ട് കർത്താവെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്കിപ്പം ഒരുപക്ഷെ നമ്മളോട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, നമ്മളെന്തെങ്കിലും പറഞ്ഞോ പറയാത്തതായിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കും. പക്ഷെ ദൈവത്തിന് ആത്മാവ് പറയുന്നത് എന്താ? നീ ആദ്യം പോയി നിരപ്പ് പ്രാപിക്കുക. നിന്റെ സഹോദരനെ നമ്മൾ ഇവിടെ കർത്താവിന്റെ വചനം പ്രമാണിക്കുന്ന കാര്യം പറയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ മത്തായി 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിലും നമുക്കത് ഒന്നുകൂടെ നോക്കുമ്പം മത്തായി 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നത് എന്താ? കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും എന്നും കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവികന്മാർ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ
ആ ഒരു പ്രമാണം കർത്താവ് പറയുക. പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ കൊല ചെയ്തതെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പൂർവികന്മാരെ അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നമ്മൾ ആരോടെങ്കിലും കോപിച്ചാൽ അത് ന്യായവിധിക്ക് യോഗ്യനാവും. പിന്നെ കോപം ഹൃദയത്തിൽ വന്നു, അപ്പം ന്യായവിധിക്ക് യോഗ്യനായി. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ, അപ്പം കോപം നിറഞ്ഞു കവിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത 2 വർത്താനവും കൂടെ പറഞ്ഞു. അപ്പം നമ്മൾ ഒരാളെ ചെന്ന് നിസ്സാര എന്ന് ആരെയും നമ്മൾ വിളിക്കത്തില്ല, പക്ഷെ നമ്മൾ വേറെ വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. വേറെ ഇപ്പം നമ്മുടെ വൊക്കാബുലറിയിലുള്ള ഏത് വാക്കാന്ന് വെച്ചാൽ ശല്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തോറ്റു, ഞാൻ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോപത്തിൽ വരുന്ന വാക്കുകൾ. ഇപ്പം നിസ്സാര എന്ന് പറഞ്ഞാലോ അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയോടായിരിക്കും, ഭർത്താവിനോടായിരിക്കും, കുഞ്ഞുങ്ങളോടായിരിക്കും, അയൽവക്കക്കാരോടായിരിക്കും, അപ്പനമ്മമാരോടായിരിക്കും, ജോലി സ്ഥലത്തിലുള്ള ആൾക്കാരോടായിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കർത്താവിൻ്റെ ഒരു സിമ്പിളായിട്ട് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു പ്രമാണമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അപ്പം എന്താ നിസ്സാര എന്ന് പറഞ്ഞാലും ന്യായാധിപത, അതായത് ന്യായവിധിക്ക് യോഗ്യനാവും. അതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ഗിൽറ്റ്, കുറച്ചുകൂടി ഒരു ദൈവമുമ്പാകെ ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. അത് ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. 22-ാമത്തെ വാക്യം മത്തായി 5:22. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിസ്സാരം എന്ന് പറഞ്ഞതും പോരാ, ആ ഡോസ് പോരാ, എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞാലേ ഞാൻ ആരാന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം കുറച്ചുകൂടി ചെന്ന് മൂടാ എന്ന് വിളിക്കുന്നത്. നമ്മളിത് മൂടാന്ന് പറയത്തില്ലായിരിക്കും, വേറെ എന്തെങ്കിലും പറയായിരിക്കും. ഞാൻ പറഞ്ഞത് അത്രയും പോരായിരുന്നു, കുറച്ചുകൂടി നല്ല ഡോസ് കിട്ടണം, നിങ്ങൾ അങ്ങനെയാണോ ചെയ്ത്, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്ത്. ശരിയാണ്, ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കാർക്കശ്യതയോടെ, ചിലപ്പോൾ മക്കളോടോ അല്ലെങ്കിൽ നമ്മൾ ചില ഇടപെടുന്ന ആൾക്കാരോട് ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ടൊക്കെ പറയേണ്ടതുണ്ടായിരിക്കും. പക്ഷെ നമ്മളങ്ങ് കോപിച്ച് അസ്വസ്ഥമായിട്ട് നമ്മുടെ മനസ്സിലെ സമാധാനം എല്ലാം കൂടെ പോയി കോപിച്ച് അങ്ങനെ ഒരു ജഡത്തിൻ്റെ ഒരു കോപം അത് അങ്ങനെ വന്ന് നമ്മൾ ഈ ഇതുപോലുള്ള വാക്കുകൾ പറയുന്നു, നിസ്സാര എന്ന് പറയുന്നു, അതിലും തൃപ്തി, അത് മൂടാന്ന് പറഞ്ഞാൽ ആ നിമിഷം മരിച്ചു പോയാൽ എവിടെ പോവും? അഗ്നിനരകത്തിന് യോഗ്യനായി പോവും. ആ ഒരു കാര്യം കർത്താവ് പറയുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ആകയാൽ അതിൻ്റെ 23-ാമത്തെ വാക്യം therefore എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് മറ്റേതുമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ, ഇന്ന് പുതിയ ഉടമ്പടിയിൽ നമ്മെ തന്നെ വഴിപാടായിട്ട് കൊണ്ടുവരാനാ, ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കാനാണ് റോമർ 12:1 പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ കർത്താവിൻ്റെ ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ വഴിപാടെന്ന നിലയിൽ എന്ത് ചെയ്താലും കർത്താവിൻ്റെ വഴിപാടായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് സുവിശേഷം പങ്കിടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നു, നമ്മുടെ ഉത്തരവാദിത്വം. അപ്പം അത് നമ്മൾ ദൈവമുമ്പാകെ എല്ലാം നമ്മൾ കർത്താവിൻ്റെ വഴിപാടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവിന് ഓഫറിംഗ് ആയിട്ട് ചെയ്യും. അപ്പം അങ്ങനെ കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ യാഗപീഠത്തെങ്കിലും ഒരു വഴിപാട് കൊണ്ടുവരിക. അപ്പോഴും ഓർക്കുന്ന സഹോദരന് ഞാൻ 2 വാക്ക് പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് വല്ലാതെ പ്രയാസമായല്ലോ, എൻ്റെ ഭർത്താവിന് വല്ലാതെ പ്രയാസമായല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ തിരുത്തേണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനങ്ങ് കുറച്ചങ്ങ് ഓവറായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് എന്തോ ആണല്ലോ തിരുത്തിയത്, അല്ലെങ്കിൽ ഞാൻ അപ്പനോട് പറഞ്ഞ ആ വാക്ക് അത്രങ്ങ് ശരിയായില്ലല്ലോ, അമ്മയോട് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി ഡോസ്, കുറച്ച് ശബ്ദം കുറച്ചങ്ങ് റഫായി പോയല്ലോ. അപ്പോഴാ സഹോദരിക്കൊക്കെ എന്തെങ്കിലും നമ്മുടെ എതിരായിട്ടുണ്ടെന്ന് ഓർമ്മ വരുന്നത്. അതാ 23-ാമത്തെ വാക്യത്തിൽ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ എന്ന് പറയുമ്പോൾ സഹോദരിക്കോ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവർക്ക് നേരെ എന്തെങ്കിലും ഉണ്ടോന്നല്ല, അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമിക്കണം. എന്നാൽ ഇപ്പം മറ്റുള്ളവർക്ക് നമ്മൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെച്ച് ഓർമ്മ വന്നാലുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അങ്ങ് വെച്ച് ആദ്യം ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അല്ലാതെ വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്. അപ്പം കർത്താവിൻ്റെ പ്രമാണത്തിൽ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള കർത്താവിൻ്റെ ഒരു സിമ്പിളാണ്, എന്നാൽ അത് ഏറ്റവും ഒരു ഹംബ്ലിങ് എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം, നമ്മളെ എന്തെങ്കിലും ആരോടെങ്കിലും കോപിച്ച് സംസാരിച്ചു, പിന്നെ ഒരു ക്ഷമ ചോദിച്ചാൽ അവരതൊന്ന് മറന്നു കാണുമായിരിക്കും, അല്ലെങ്കിൽ ശരിയാണ്. ചിലപ്പോൾ ഇപ്പം നമുക്കിപ്പം അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം അറിയുന്നു. പക്ഷെ എങ്കിലും നമുക്ക് അത് ചിലപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചോ, അല്ലെങ്കിൽ ഒരു SMS-ലോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജിലോ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോ ഒന്ന് ക്ഷമ ചോദിക്കാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള നമുക്കറിയാം ദൈവാത്മാ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിരിക്കും. അപ്പം അവിടെ നമ്മളൊന്ന് ക്ഷമ ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഹംബ്ലിങ് എക്സ്പീരിയൻസ്, നമ്മളെ തന്നെ താഴ്ത്തുന്ന എക്സ്പീരിയൻസാണ്. പക്ഷെ
അത് ഭയങ്കര ഒരു ഡെലിവറിങ് എക്സ്പീരിയൻസ്, അത് വലിയൊരു എന്താണ് പറയുന്നത്, വലിയൊരു വിടുവിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. നമ്മൾ ഈ ജീവിത വഴി പോകുമ്പോൾ തന്നെ ഇണങ്ങിക്കൊള്ളണം, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനെ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. അതിനുശേഷം വല്ലാതെ ശിക്ഷാവിധിക്കും വല്ലാതെയുള്ള പ്രയാസത്തിലും ഒക്കെ പലരും അപ്പം നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ നമ്മളൊന്ന് ക്ഷമ ചോദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ടങ്ങ്, അല്ലെങ്കിൽ നമ്മളങ്ങ് കോപിച്ചെന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മളെ നരകത്തിലോട്ട് തള്ളിക്കളയുമെന്ന് വിചാരിക്കും. ശരിയാ, കർത്താവ് ദീർഘക്ഷമയുള്ളവനാ. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഒത്തിരി സമയവും സാവകാശവും ഒക്കെ തരും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ കയ്പ്, കോപം തന്നെ അതങ്ങ് വേരായിട്ട് ഇറങ്ങി പിന്നെ അങ്ങ് ഭയങ്കര വിരോധമായി നമ്മളുടെ ഹൃദയം തന്നെ കഠിനപ്പെടുത്തി ഞാൻ ജന്മം ചെയ്താൽ മിണ്ടത്തില്ല, ഞാൻ സംസാരിക്കത്തില്ല, എനിക്ക് ക്ഷമിക്കാൻ വയ്യ, എനിക്ക് അവർ കണ്ടെടുത്താൽ കണ്ടുകൂടാ, ബാക്കി എല്ലാവരോടും ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഇന്ന ആളോട് മാത്രമേ ഞാൻ ക്ഷമിക്കത്തില്ല, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവരെനിക്കെതിരെ ഇങ്ങനെ ചെയ്തു, അല്ല എൻ്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നമ്മളങ്ങ് കഠിനപ്പെടുത്തി ശരി ദൈവം ഉടനെ തന്നെ അങ്ങ് നരകത്തിലയക്കുന്ന ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ, അത് ദൈവത്തിൻ്റെ വചനം ഇത് ന്യായമുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, അങ്ങ് കഠിനപ്പെടുത്തി നമ്മുടെ രക്ഷ തന്നെ അങ്ങ് നഷ്ടപ്പെടുന്ന രീതിയിൽ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് അങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് നമ്മൾ വചനത്തിലുടനീളം കാണുന്നത്. എന്നാൽ നമ്മളോട് ഇന്ന് കർത്താവ് എന്താ പറയുന്നത്? കർത്താവിൻ്റെ ഇത് സിമ്പിളായിട്ടുള്ളൊരു വചനം. പിന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ 5-6-7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ തന്നെ ഒരുപാട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ മോഹിക്കരുത്, പിന്നെ ആകുലപ്പെടരുത്, ശത്രുക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും മനുഷ്യമാനം തേടരുത് എന്നുള്ളതിനെ കുറിച്ചും വിധിക്കരുത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ പ്രമാണങ്ങളൊക്കെ കാണുമ്പം ശരിയാണ്, നമുക്കറിയാം നമ്മളിൽ തന്നെ നമുക്കിതൊന്നും പ്രമാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. മറിച്ച് ആ വചനങ്ങളുടെ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ കർത്താവേ എനിക്ക് അങ്ങനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആ തായ്തടിയാകുന്ന മുന്തിരിവള്ളിയോടെ നമ്മളങ്ങ് കെട്ടിപ്പിടിഞ്ഞ് കർത്താവേ അങ്ങനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ സഹായിക്കണേ എന്ന് നമ്മളൊരു നിസ്സഹായതയോടെ കർത്താവിനെ അങ്ങ് കെട്ടിപ്പുണരുവാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമുക്ക് പാപത്തെ ജയിക്കാൻ, കോപത്തെ ജയിക്കാൻ, മോഹത്തെ ജയിക്കാൻ, നമുക്ക് ആകുല ചിന്തകളെ ജയിക്കാൻ, പണസ്നേഹത്തെ ജയിക്കാൻ, പിന്നെന്താ മനുഷ്യമാനം തേടുന്നത് ജയിക്കാനും, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം നമ്മളുടെ നികള മനോഭാവമായിരിക്കും, നമ്മളുടെ പരാതി വെറുപ്പും അതുപോലെയൊക്കെയുള്ള പല ക്ഷമിക്കാതിരിക്കുന്ന മനോഭാവങ്ങളും, അങ്ങനെ ഏതൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അധികമായിട്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് അങ്ങ് യേശുവിനെ പോലെ അങ്ങ് പൂർണ്ണരായിട്ട് തീരുന്നില്ല. കർത്താവ് വരുന്ന നാളിൽ നമ്മൾ പാപരഹിതമായ പൂർണ്ണതയിലേക്ക്, സിൻലെസ് പെർഫെക്ഷനിലേക്ക് കർത്താവിനെ വരുന്ന നാളിൽ നമ്മൾ എത്തത്തുള്ളൂ. എന്നാൽ അധികമായിട്ട് യേശുവിൻ്റെ വചനം നമ്മളിൽ ജഡമായി തീരേണ്ടതായിട്ടുണ്ട്. യേശുവിൽ വചനം ജഡമായി എന്ന് യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ നമ്മളിലും അധികമായിട്ട് ഈ വചനം ഫുൾഫിൽഡ് ആവണം. വചനം നമ്മളിൽ വസിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് 7ാമത്തെ പകുതി. നിങ്ങൾ എന്നിൽ, എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ. യേശുവിൽ സമ്പൂർണ്ണമായിട്ട് ഈ വചനം വസിച്ചത്, യേശുവിൽ വചനം ജഡമായി തീർന്നു, മാംസമായി തീർന്നു, കർത്താവിന് ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീർന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുമ്പം, നമ്മൾ ഒന്നിനും പരാതിയും വെറുപ്പും ഇല്ലാതെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുമ്പോൾ ആ വചനം നമ്മളിൽ വസിക്കുക ചെയ്യുന്നത്. നമ്മളെ എന്താണ് പറയുന്നത്, എല്ലാ കോപവും ക്രോധവും ഒക്കെ നിങ്ങളെ വിട്ട് നീങ്ങട്ടെ എന്ന് എഫേസ്യർ 4:31 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ കോപവും ക്രോധവും എല്ലാം നമ്മൾ അങ്ങനെയുള്ള പ്രലോഭനം കോപിക്കാനും കൈപ്പാട്ടിരിക്കാനും ഒക്കെ പ്രലോഭനം ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻസിലും നമ്മൾ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മളിൽ അധികമായിട്ട് വസിക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ ആ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് ഇപ്പോൾ ചിലപ്പം നമ്മൾ ഇതുവരെ ഇമ്മേർഷൻ ബാപ്റ്റിസം, ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും ജനിച്ചു എന്നുള്ളൊരു ദൈവം ഒരു ബോധ്യം തന്നു എന്ന് അതിനുശേഷമുള്ള ഒരു മുഴുകൽ സ്നാനത്തിൻ്റെ ഒരു സ്റ്റെപ്പായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് ചിലപ്പം കാണിച്ചു തരുന്നത്. അപ്പം അത് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവർ എന്ത് പറയും, എൻ്റെ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയുന്നത്, മറിച്ച് കർത്താവെ അവിടുത്തെ വചനത്തിൽ എന്താണോ പറയുന്നത് ആ കാര്യം ഞാൻ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ചിലപ്പം നമ്മളിപ്പം മത്തായി 5 കണ്ടതുപോലെ ഒരാളൂടെ ചിലപ്പോൾ നമ്മൾ പണ്ടെങ്ങാണ്ട് ഉള്ളതായിരിക്കും, പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയിൽ ഒരു കുത്തായിട്ട് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, അത് കാരണം അവരോടുള്ളൊരു എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ചിലരോട് ഒന്ന് വിളിച്ച് ക്ഷമ പറയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ ചിലപ്പം പുച്ഛിക്കുന്നവർ കാണുക, ചിലപ്പോൾ നിങ്ങൾ അത്രയൊക്കെ താഴ്മയോടെ വന്ന് ചോദിച്ചല്ലോ എന്നായിരിക്കും ചിലപ്പം ചിന്തിക്കുന്നത്. അപ്പം എന്തായാലും അവരുടെ മനോഭാവം എന്തെങ്കിലും ആയിട്ട് നമുക്ക് ദൈവം മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മ ഉണർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെങ്കിലും കർത്താവെ ഞാൻ പാലിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക് കാണിച്ചു തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലേ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് വസിക്കാനൊക്കെ ഉള്ളൂ. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ, നമ്മളിപ്പോൾ ഇവിടെ യോഹന്നാൻ 10:10 ഉള്ളത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ, പിതാവ് തന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അത്ര വലിയൊരു ആഴത്തിലുള്ള സ്നേഹം
നമുക്ക് വേണ്ടി ഉണ്ട്. ആ സ്നേഹത്തിലാണ് നമ്മൾ വേരൂന്നുണ്ട് എന്നുള്ള കാര്യം, അവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എന്നുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാൽ കർത്താവിൻ്റെ ആ വചനം കർത്താവ് കുറച്ചുകൂടെ പറയുമ്പോൾ കർത്താവിൻ്റെ പ്രമാണമായിട്ട്, കർത്താവിൻ്റെ കൽപ്പനയായിട്ട് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നൊരു കാര്യം നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. എവിടെ? 12-ാമത്തെ വാക്യത്തിലും 17-ാമത്തെ വാക്യത്തിലും വീണ്ടും കർത്താവ് ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന കാര്യം പറയുക. പക്ഷേ കർത്താവ് ഊന്നി പറഞ്ഞു ഒത്തിരി കൽപ്പനകളുണ്ട് എന്ന് തമ്മിലുള്ള സ്നേഹം, അതാ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കൽപ്പന. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അയൽക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതാ എൻ്റെ കൽപ്പന. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെയും 17-ാമത്തെ വാക്യത്തിൽ വീണ്ടും അതാ ഊന്നി പറയുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് 13:34 കർത്താവ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. വീണ്ടും ഇവിടെ 15-ന്റെ 12-ലും 17-ലും നമ്മൾ വീണ്ടും വായിച്ചു. 13:34 കർത്താവിനോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത്? ഈ കാര്യം പറയുന്നത്, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതായത് 13:30 യൂദാസ് പോയതിന് ശേഷം ഇങ്ങനെ മനുഷ്യപുത്രൻ മോഹതപ്പെടുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങി കർത്താവ് ആദ്യം തന്നെ വരുന്നത് ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിലൂടെ. ഞങ്ങൾ അധികം നേരം നിങ്ങളുടെ കൂടെ ഇല്ല കുഞ്ഞുങ്ങളെ, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് 34-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പം ആ ഒരു കൽപ്പനയായിട്ട് ദൈവം നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് പാലിക്കാൻ പറ്റാതെ പോകുന്ന ഏതെങ്കിലും കൽപ്പനകളെ ദൈവം നമുക്ക് ഓർപ്പിക്കുമ്പോൾ, അതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ ഇവരെന്തെങ്കിലുമൊക്കെ ആരോ അപ്പോസ്തലന്മാർ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞേക്കുന്ന കാര്യം നമുക്കിവിടെ 21-ാം നൂറ്റാണ്ടിലുള്ള സാഹചര്യം, എൻ്റെ ഈ ബുദ്ധിമുട്ട്, എൻ്റെ ഈ കഷ്ടത, എൻ്റെ ഈ പ്രയാസമൊന്നും ദൈവത്തിന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് അന്നത്തെ ഈ ഓൾഡ് ഫാഷൻഡായിട്ട് കൽപ്പനയൊന്നും ഇപ്പോൾ എനിക്ക് പ്രമാണിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള നമ്മുടെ മനോഭാവമെങ്കിൽ ദൈവത്തിന് നമ്മളോട് കൂടുതലൊന്നും പറയാനില്ല. നീ അവതരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന് നമ്മളോട് സഹതാപേ ഉള്ളൂ. എന്നാൽ കർത്താവ് അവിടുത്തെ വചനം, നിത്യമായ വചനം, ആകാശം ഭൂമി മാറിപ്പോയാലും ബാക്കിയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകൾക്കൊക്കെ എഡിഷൻസ് മാറി വരും. എന്നാൽ ആകാശം ഭൂമി മാറിപ്പോയാലും ഇതൊരു എഡിഷനേ ഉള്ളൂ, വേറെ എഡിഷനൊന്നും മാറിപ്പോകത്തില്ല. അങ്ങനെയുള്ളൊരു വചനമാണ് കർത്താവ്. അവിടുത്തെ വചനത്തിൽ ഇങ്ങനൊരു കാര്യമുണ്ടോ കർത്താവേ? അവിടുത്തെ വചനത്തിൽ കർത്താവേ എല്ലാവരോടും നിരന്നുകൊള്ളുവാൻ, എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ, pursue peace with everyone, എല്ലാവരോടും സമാധാനം ആചരിക്കുവിൻ എബ്രായർ 12:14 നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവ്, ഞാൻ സമാധാനം ആചരിക്കാത്ത ആരെങ്കിലും ആയിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ സമാധാനം പർസ്യൂ ചെയ്യാത്തതായിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് ചില വീഴ്ചകൾ വന്നതോ ഒക്കെ. അപ്പം അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാലേ എൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ സാധിക്കും. അപ്പോൾ ആ കർത്താവിൻ്റെ ആ കൽപ്പനകളുടെ മുമ്പാകെ നമ്മളൊരു സഹായതയോടെ വന്ന്, കർത്താവിൻ്റെ കൽപ്പനകൾ ഒരു ചെത്തി വെടിപ്പാക്കുന്ന കത്തി മാതിരിയാണെന്നൊക്കെ നമ്മൾ 2-3 വാക്യങ്ങളിൽ കണ്ടു. കർത്താവിൻ്റെ ചെത്തി വെടിപ്പാക്കും, ഫലം കായ്ക്കാൻ വേണ്ടി ഫലം കായ്ക്കുന്ന കമ്പുകളൊക്കെ ചെത്തി വെടിപ്പാക്കുന്ന എന്താണ്? ഞാൻ സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനമാകുന്ന ആ കത്തി, വചനത്തെ ഒരു വാളിനോടൊക്കെ ഉപമിച്ചിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ എബ്രായർ 4:12, എഫെസ്യർ 6:17 ഒക്കെ നമുക്കറിയാം. ആത്മാവിൻ്റെ വാളാകുന്നു, ഇരുവായ തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഈ വചനമാകുന്ന കത്തി. ആ ദൈവത്തിന് വചനമാകുന്ന പ്രമാണം കർത്താവെ എനിക്ക് പ്രമാണിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ സ്വയബലം അത് വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. കർത്താവെ, ആ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ വീണ്ടും താഴ്ത്തുന്നു. അവിടുന്ന് തന്നെ എന്നെ നുറുക്കിയാട്ടെ. എൻ്റെ ആ സ്വയബലം, എൻ്റെ ജഡമാകുന്ന ആ തിരശ്ശീല, എൻ്റെ ആ സ്വയബലമാകുന്ന ആ തിരശ്ശീലയെ കർത്താവ് അവിടുന്ന് അധികമായിട്ട് ചീന്തി, അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ എൻ്റെ ആത്മാവിലേക്ക് നിറച്ച് അങ്ങ് വസിച്ച് കർത്താവെ എനിക്ക് ആ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ തന്നെ താഴ്ത്തി കർത്താവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ശക്തിയാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ചില നിലപാടുകളൊക്കെ എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം വചനം അനുസരിച്ചിട്ടുള്ള നമുക്ക് എന്താ അറിയാവുന്നത്? ആ വചനം അനുസരിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആഴത്തിൻ്റെ ഒരു തലത്തിലേക്ക്, ഇപ്പം ഈ നീന്തുന്നവരൊക്കെ ആഴത്തിലേക്ക് ഊളിയിട്ട് നീന്തുന്നെന്ന് പറയുന്നത് പോലെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള ഒരു തലത്തിലേക്ക് ഊളിയിട്ട് നീന്താൻ കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു അധികമായിട്ടൊരു ഇൻറ്റിമസി, ഒരു കർത്താവിൻ്റെ ഒരു സാമീപ്യം, കർത്താവിൻ്റെ ഒരു ഊഷ്മളത, യേശുവായിട്ടുള്ള ആ ഒരു നമ്മളുടെ ആശയവിനിമയമൊക്കെ കുറച്ചുകൂടെ സുതാര്യമാകുന്നു. നമുക്ക് കർത്താവിന് കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. നമ്മൾ കർത്താവിനോട് കൂടുതൽ സെൻസിറ്റീവ്, സ്പർശതയുള്ളവരാകുന്നു. അത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അധികമായിട്ട് ആഴത്തിൽ
നമ്മൾ വസിക്കുന്നൊരു കാര്യം. ശരിയാണ്, നമുക്ക് ചിലപ്പോൾ വീഴ്ചകളോ താഴ്ചകളൊക്കെ വരുമ്പോൾ അത് ഓക്കെ, നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വളർച്ചയിലുള്ള കാര്യം തന്നെ. പക്ഷേ അവിടെയും നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ വന്ന് വസിക്കേണ്ട, ആ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിച്ച് ആ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ ശക്തിയെ അനുസരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആഴത്തിലുള്ളൊരു സ്നേഹത്തിലേക്ക് വസിക്കുക ചെയ്യുന്നത്. അതാ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. എൻ്റെ സന്തോഷം ഇത് എന്തിനാ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിപ്പാനിരിക്കുവാനും എന്നാ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എബൈഡ് ഇൻ യു, മെനോ എന്ന് പറയുന്ന അതേ ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കും. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കും. അതായത് പരിശുദ്ധാത്മാവാണ് നമുക്ക് സന്തോഷം തരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സന്തോഷം. അപ്പം നമ്മൾ കർത്താവിലെ ആഴത്തിൽ വസിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൊന്ന് നിറയും. അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിന് പൂർണ്ണതയുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സങ്കീർത്തനം 16:11 നമ്മൾ വായിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിക്കുവാനും ആ സന്തോഷം അങ്ങ് പൂർണ്ണമാകണം. അതൊരു പാനപാത്രം നിറഞ്ഞു കവിയുന്നത് പോലെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. അത് പൂർണ്ണമാകുവാനും വേണ്ടി ഞാനിത് സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ ആ കർത്താവിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു കർത്താവിൻ്റെ ആ ഒരു ആഗ്രഹമൊക്കെ നമ്മൾ കണ്ടു. കർത്താവിൻ്റെ സ്നേഹം എന്നുള്ളൊരു വാക്ക് നമ്മൾ എൻ്റെ സ്നേഹം എന്നുള്ള വാക്ക് 9-ാമത്തെ വാക്യത്തിൽ കണ്ടു. എൻ്റെ സന്തോഷം എന്നുള്ള വാക്ക് 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പിന്നെന്താ, എൻ്റെ സമാധാനം എന്നുള്ള വാക്ക് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ 14-27 എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, സമാധാനം നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, സ്നേഹം, സന്തോഷം, സമാധാനം, അതാ പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അതെല്ലാം കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ സന്തോഷം, കർത്താവ് ഊന്നി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്താ 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും കൽപ്പനകളെ പ്രമാണിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയുമോ, എൻ്റെ കൽപ്പന ഇതാ, ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്ന കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് പറയുന്നത് 13-ാമത്തെ വാക്യത്തിൽ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിൽ അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവ് ജീവനെ കൊടുത്താൽ സ്നേഹിച്ചത്. അപ്പം കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവ് ശരിക്കും കാൽവരി കുരിശിൽ ജീവനെ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ കർത്താവ് അവരെ സ്നേഹിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, അവിടെ ആ ജീവനെ എന്നുള്ളത് എന്താ പറയുന്നത്, പ്രാണനെ എന്നാൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ വേണ്ട, സുഖേ അല്ലെങ്കിൽ സൈക്കി എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ലവ് ഹാസ് നോ വൺ ദാൻ ദിസ്, that one lay down his psyche or soul life for his friends. അതായത് കർത്താവ് നമുക്ക് ഇതേ കാര്യത്തിൻ്റെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതിനെ കുറിച്ച് ഇതേ യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്ന വാക്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 1 യോഹന്നാൻ 3:16 അതും കൂടെ വായിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. 1 യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ദൈവം യേശുവിനെ തൻ്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ അതുകൊണ്ട് എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള കാര്യമാണ് 1 യോഹന്നാനിൽ. ദൈവം അങ്ങനെ സ്നേഹിച്ചു, ഇത് പുത്രനെ തന്നു യോഹന്നാൻ 3:16 പറയുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കേണ്ടേ, കർത്താവിനെയും പരസ്പരവും നമ്മൾ എങ്ങനെ സ്നേഹിക്കേണ്ടേ എന്ന് 1 യോഹന്നാൻ 3:16 പറയുന്നേ. എന്താ പറയുന്നേ, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ. അവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വന്നിരിക്കുന്നത്, we know love by this that he laid down his life, his self life, തൻ്റെ പ്രാണനെ, തൻ്റെ സ്വയജീവനെ. അത് കർത്താവ് ക്രൂശിലത ആത്യന്തികമായിട്ട് തൻ്റെ പ്രാണനെ കർത്താവ് നമുക്ക് വെച്ചു കൊടുത്തു എന്ന് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെതായ ഒരു സ്വന്തം ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ജീവൻ അതാ വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ആ ക്രൂശിൽ ആ സ്നേഹത്തിൻ്റെ പാരമ്യം നമ്മൾ അറിയുന്നു. അതൊരു കർത്താവ് അക്ഷരിക ജീവൻ വെടിഞ്ഞതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ തുടർന്ന് വായിക്കുമ്പോൾ നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. നമ്മൾ ശരിയാണ്, ദൈവം നമ്മളെ രക്തസാക്ഷിയാവാനായിട്ടുള്ളൊരു വിളി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രാണനെ വെച്ച് കൊടുക്കണം. നമ്മൾ അക്ഷരികമായിട്ടുള്ള ജീവനെ വെച്ച് കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അങ്ങനെ ഒരു അവസരത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ കർത്താവേ ഞാൻ അവിടുത്തെ യുദ്ധത്തിനായിട്ട് ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ നമുക്ക് തയ്യാറാവണം നമ്മൾ. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു പ്രാണനെ വെച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ നമ്മുടെ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ പെരുമാറുമ്പോൾ നമ്മുടെ സ്വയജീവനിലൊരു നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾ, സുഖേ, സൈക്കി, നമ്മുടെ പ്രാണനിലൊരു
നമ്മുടെ ആ സെൽഫ് ലൈഫ്, അത് ആ ജഡമാകുന്ന തിരശ്ശീല, അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയൊക്കെ വേർതിരിച്ച് ജഡമാകുന്ന തിരശ്ശീലയാണ് ആ ഫ്ലഷിനെ കുറിക്കുന്നത്, ആ ജഡത്തെ കുറിക്കുന്നതെന്നൊക്കെ നമ്മൾ എബ്രായർ 10:19-20 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇഷ്ടമില്ല, സ്വാഭാവികമായിട്ട് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അവിടെ നമ്മുടെ ആ സ്വയജീവനിൽ നമ്മൾ അസ്വസ്ഥപ്പെട്ട്, ആകുലപ്പെട്ട്, ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ കുളവാക്കാതെ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ കർത്താവേ എൻ്റെ പ്രാണനെ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നു, കർത്താവേ ഇങ്ങനെ പിന്നെ തന്നെ ഇവിടെ താഴ്ത്തുന്നു. എൻ്റെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ തിരിച്ച് കോപിക്കാനോ തിരിച്ച് നല്ല 2 വാക്ക് പറയാനോ നമ്മളുടെ ജഡത്തിൽ നിന്ന് പ്രതികരിക്കാനോ ഒക്കെയാണ് നമ്മളുടെ സ്വയത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം ഇഷ്ടം. എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫ് ലൈഫ്. അവിടെ ഞാൻ എൻ്റെ പ്രാണനെ, ലോർഡ് ഐ pour out my സെൽഫ് ലൈഫ്, കർത്താവ് തൻ്റെ പ്രാണനെ ഒഴിച്ചു കളഞ്ഞു എന്നാണ് നമ്മളവിടെ യെശയ്യാവ് 53:10 നമ്മൾ 53:12 കാണുന്നത്. യെശയ്യാവ് 53 വരുവാണെങ്കിൽ അവിടെ കർത്താവ് ക്രൂശിൽ പ്രാണനെ ഒഴിച്ചു കളഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലുപരിയായിട്ടുള്ള ഒരു കർത്താവിൻ്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് യെശയ്യാവ് 53:12 വാക്യം, അവസാനത്തെ വാക്യം, അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടി അവൻ കൊള്ള പങ്കിടും, അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കി കളയുകയും. അവിടെ കറക്റ്റായിട്ട് മലയാളം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ NSB പോലും അത്ര ആക്യുറേറ്റ് അല്ല. ബിക്കോസ് ഹി poured out ഹിംസെൽഫ് ടു ഡെത്ത് എന്ന്. അതിൻ്റെ എബ്രായ ഭാഷയിൽ നഫഷ് എന്ന് പറയുന്നൊരു പദമാണ്. അത് ഈ സോളിനെ കുറിക്കുന്ന, സെൽഫിനെ കുറിക്കുന്ന ഒരു പദമാണ് നഫഷ് എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ പ്രാണനെ, അത് ക്രൂസിലും ആത്യന്തികമായിട്ടും പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സ്വന്തം പ്രാണനെ, സ്വന്തം ഇഷ്ടത്തെ, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ക്രൂസിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ക്രൂസിൽ മാത്രമല്ല, കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞ കാര്യം നമുക്കറിയാം. യോഹന്നാൻ 6:38 ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാന്ന് പറയുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരിക്കലും സ്വന്തം ഇഷ്ടമായിട്ടൊന്നും ചെയ്തില്ല, മറിച്ച് എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതാ ഏറ്റവും പരിവർത്തനം. ഇവിടെ മനുഷ്യനായിട്ട് വന്നിരിക്കുമ്പം പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വേറിട്ട ഒരു ഇഷ്ടം എനിക്കുണ്ട് എന്നുള്ള കാര്യമാണ് കർത്താവ് സമ്മതിക്കുന്നത്. കർത്താവ് ഒരു മനുഷ്യ ജഡത്തിൽ, പാമ്പ് ജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നു എന്നൊക്കെ റോമർ 8:3 വായിക്കുമ്പോൾ, കർത്താവ് നിത്യതയിലെ ദൈവമായിരിക്കെ കർത്താവിൻ്റെയും പിതാവിൻ്റെയും ഇഷ്ടം വചനമായി കർത്താവ് അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ പിതാവിൻ്റെ യേശുവിൻ്റെ ഇഷ്ടം ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലൊരു ജഡാവതാരത്തിൽ വന്നപ്പോൾ യേശുവിന് എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:38 നമ്മൾ വായിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വിഭിന്നമായിട്ടൊരു തൻ്റെ ഇഷ്ടമുണ്ട് എന്ന് ആ കാര്യം എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, തൻ്റെ പ്രാണനെ അങ്ങ് വിട്ടുകൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ സഹോദരന്മാർക്കായിട്ട് പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. അങ്ങനെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മളിപ്പോൾ 1 യോഹന്നാൻ 3:16 കണ്ടേ. അതേ കാര്യം തന്നെ കർത്താവ് ഇവിടെ തിരിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പം, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചേ? ജീവൻ വെച്ച് കൊടുത്ത്, പ്രാണം വെച്ച് കൊടുത്താൽ സ്നേഹിച്ചെന്നാണ് പറയുന്നത്. 13-ാമത്തെ വാക്യം നമ്മൾ തിരിച്ച് യോഹന്നാൻ 15:13 വരുമ്പോൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ശരിയാണ്, നമുക്ക് പ്രാണനെ അക്ഷരികമായിട്ടുള്ള ജീവനെ കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം ദൈവം അങ്ങനെ റയറായിട്ടുള്ളൊരു കോളിങ് ആർക്കെങ്കിലുമൊക്കെ കാണുകയുള്ളായിരിക്കും. ആ സമയത്ത് ദൈവം നമ്മളെ അതിനെ ശക്തിപ്പെടുത്തും. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, അയൽവക്കത്ത്, ജോലിസ്ഥലത്ത്, നമ്മുടെ സഭയിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പല രീതിയിലൊക്കെ സംഭവിക്കുമ്പോഴും, പല സാഹചര്യങ്ങളിലൂടെയൊക്കെ സംഭവിക്കുമ്പോൾ, ചില ട്രാഫിക് ബ്ലോക്ക് വരുന്നു, ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അവിടെ കർത്താവെ അവിടുന്ന് അനുവദിച്ചു. കർത്താവ് ശരിയാണ്, കർത്താവെ അവിടുന്ന് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഞാനവിടെ കർത്താവ് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ. അങ്ങനെ ആകുമ്പം പിന്നെ നമുക്കിപ്പം വേറൊരു സഹോദരന് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു, അപ്പോൾ അത് പാലിച്ചില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്നാലും എൻ്റെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ല എന്നൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഈർഷ്യ വരാം. പക്ഷെ നമ്മളവിടെ ദൈവമേ അത് അങ്ങനെ അനുവദിച്ചിട്ടാണല്ലോ. ചിലപ്പോൾ ആ സഹോദരൻ്റെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, നമുക്കറിയത്തില്ല. കർത്താവെ എനിക്കറിയത്തില്ല കർത്താവെ, ഞാൻ എൻ്റെ പ്രാണനെ ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ സെൽഫ് ലൈഫിന്, എൻ്റെ സ്വയജീവനെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ എനിക്ക് ലഭിക്കും. കർത്താവിനെ പറയുന്നുണ്ട്, നിൻ്റെ സ്വന്തം ജീവനെ കളയാൻ ഇച്ഛിക്കുവാണെങ്കിൽ അതിനെ നേടും, അത് നേടുവാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണെങ്കിൽ അതിനെ കളയുമെന്ന് കർത്താവിനെ ഏറ്റവും റിപ്പീറ്റഡായിട്ട് സുവിശേഷങ്ങളിൽ 6 തവണ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വയജീവനെ അങ്ങ് വെച്ച് കൊടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ, ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നെന്നറിയാം. അപ്പോൾ ആ സഹോദരനോട് നമുക്ക് സ്നേഹത്തോടെ, നമ്മൾ പുറമെ ഒരു പുഞ്ചിരി മാത്രമല്ല, പക്ഷേ ഹൃദയത്തിൽ ഒരു ഇടുക്കമില്ലാതെ സ്നേഹത്തോടെ സംസാരിക്കാനും ഇടപെടുവാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ കർത്താവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തതുപോലെ, കൈക്കൊണ്ടതുപോലെ നമ്മൾ പരസ്പരം കൈക്കൊള്ളണം എന്നുള്ള വാക്യമൊക്കെ നമ്മൾ 2-3 ആഴ്ച മുമ്പ്
സജുബേർ ആ വാക്യമൊക്കെ പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. റോമർ 15:7 വാക്യം, കർത്താവ് നമ്മളെ കൈക്കൊണ്ടതുപോലെ പരസ്പരം കൈക്കൊള്ളുക. റിസീവ് വൺ അനദർ ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ഹാസ് അക്സെപ്റ്റഡ് us. കർത്താവ് നമ്മളെ ഒന്നും നോക്കാതെ നമ്മുടെ ആ ഉള്ള അവസ്ഥയിലൊക്കെ കൈക്കൊണ്ടു. ഇപ്പം നമ്മളും ആ ഉള്ള അവസ്ഥയിൽ നമ്മളങ്ങനെ കൈകൊള്ളും. അപ്പോൾ അതാ കർത്താവ് പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ. അത് കഴിഞ്ഞിട്ട് പറയുക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യാൻ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്നുള്ള 14 വാക്യം മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചകളിലൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാവില്ല. അപ്പോൾ ഞാൻ 13 വാക്യം വരെ പറഞ്ഞങ്ങ് നിർത്തുമായിരുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങൾ കണ്ടു. എന്താ, നമ്മൾ നിസ്സഹായതയോടെ കൊമ്പ് പോലെ നമ്മൾ കർത്താവിൽ ചാരുമ്പോഴാണ് നമ്മൾ ഫലം കായ്ക്കുന്നത് എന്നുള്ള കാര്യം കണ്ടു. പിന്നെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം കണ്ടു. ഇതെല്ലാം കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകുവാനുള്ള എന്നുള്ള കാര്യം കണ്ടു. പിന്നെ എങ്ങനെ നമ്മൾ പരസ്പരം സ്നേഹിക്കണ്ടേ, നമ്മളുടെ പ്രാണനെ വെച്ച്, നമ്മുടെ സ്വയജീവനെ വെച്ച്, നമ്മളുടെ ഓരോ സമയത്തും കർത്താവേ ഇത് ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ കർത്താവ് നമ്മളെ അതുപോലെ സ്നേഹിച്ചു, പ്രാണനെ വെച്ച് സ്നേഹിച്ചു. അതുപോലെ ഞാനും എൻ്റെ പ്രാണനെ, എൻ്റെ സ്വയജീവനെ വെച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴാണ്, ഞാൻ അങ്ങനെ കർത്താവിനെ അനുസരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹിതന്മാരൊക്കെ ആയിത്തീരുന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ 14 വാക്യത്തിലും വായിച്ച്. അപ്പം കർത്താവിൻ്റെ സ്നേഹിതന്മാരാകത്തക്ക വണ്ണം, കർത്താവിൻ്റെ ഈ കൽപ്പനകൾ അനുസരിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ സ്വയജീവനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു കൊമ്പ് മുദ്രയോളി വസിക്കുന്ന പോലെ സഹായതയോടെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അവിടുത്തെ ആത്മാവിനെ നമ്മൾ നിറച്ച് കർത്താവ് നമ്മളിൽ വസിക്കും. നമുക്ക് നമ്മളിൽ നിന്ന് ആ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകും. ആ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകും. ഒരു സന്തോഷഭരിതമായ ഒരു വലിയ ആനന്ദഭരിതമായ സ്നേഹ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മളിന്ന് കേട്ട വചനം, കർത്താവേ എന്നിൽ അത് മാംസമായി തീരണം, എൻ്റെ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് ഈ വചനം ദഹിച്ച് കർത്താവേ എനിക്കൊരു അനുഭവമായിട്ട്, അനുസരണമായിട്ട്, വെളിപ്പാടായിട്ടായിത്തീരണം. നമ്മൾ ഇന്ന് കേട്ട വചനങ്ങൾ കർത്താവ് നമ്മളിൽ വസിച്ച് കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് കർത്താവിനെ 271 അങ്ങനെ കർത്താവിൻ്റെ വചനങ്ങൾ പ്രമാണിച്ച് കർത്താവിൽ വസിക്കുന്ന, കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകുന്നു. നമ്മളെപ്പോഴും ക്രൂസിൽ വസിക്കുന്നതിൻ്റെ കാര്യം ജഗബേർ പറഞ്ഞതുപോലെ എപ്പോഴും ആ ഒരു ക്രൂസിൽ തന്നെ ആയിരിക്കുന്നൊരു കാര്യം. കർത്താവ് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി. അങ്ങനെ കർത്താവ് പരസ്പരം കർത്താവ് സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സ്വയമായിട്ട് അതൊരിക്കലും സാധിക്കത്തില്ല. എന്നാൽ നമ്മെ തന്നെ പൂജ്യമായിട്ട് മുമ്പാകെ നമ്മളെ താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ് യേശു നമ്മളിൽ ജീവിക്കും. അപ്പം കർത്താവ് സ്നേഹിച്ചതുപോലെ ആ അളവിൽ നമുക്കൊരിക്കലും സ്നേഹിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ആ ക്വാളിറ്റിയിൽ വർദ്ധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ വർദ്ധിക്കുന്ന ഒരു അളവിൽ കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ പെരുകി വരുന്നതിനനുസരിച്ച് കർത്താവ് സ്നേഹിച്ചതുപോലെ ജീവനെ കൊടുക്കുവാൻ, സ്വയജീവനെ കൊടുത്ത് സ്നേഹിക്കുവാൻ, അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് എന്നെ നടത്തണമേ. അതാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളിന്ന് ആ പാട്ട് നമുക്ക് പണ്ടുപോലെ നമ്മൾ പാടിയ പാട്ടായിരിക്കും 271 പ്രാർത്ഥന കേൾക്കണമേ കർത്താവിൻ്റെ യാചന കേൾക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ യാചന കർത്താവെ എനിക്ക് അങ്ങയിൽ ഫലം കായ്ച്ച് കർത്താവെ അവിടുന്ന് ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കണം. യേശു പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ കർത്താവെ എനിക്കും അവിടുത്തെ കൽപ്പനകളെല്ലാം അനുസരിച്ച് കർത്താവെ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കണം. അവിടുത്തെ സന്തോഷം എനിക്ക് പൂർണ്ണമാകണം. അങ്ങ് സ്നേഹിച്ചതുപോലെ കർത്താവെ എനിക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. അതാണ് എൻ്റെ പ്രാർത്ഥന. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവിടുന്ന് ഉത്തരം തന്നരുളും. കർത്താവെ എനിക്ക് സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് വലിയൊരു ഉണർവ് അയക്കണമേ എന്നുള്ളൊരു വലിയ ദാഹത്തോടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് പാടാം. യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോലെയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോലെയവായി. കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. താതനും മാതാവും
നീ എനിക്കല്ലാതെ താതനും മാതാവും, നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ. വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. നിത്യതയിൽ അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. സ്വന്തകുമാരനെ ആദരിയാതെന്നെ, സ്വന്തകുമാരനെ ആദരിയാതെന്നെ, സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ തന്തികെ ചേർന്നിടുന്നേ, സംപ്രീതിയോ തന്തികെ ചേർന്നിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. നിത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, നിത്യരനേകരിൻ പ്രാർത്ഥന കേട്ടു നീ, ഉത്തരം നൽകിയതോ പ്രത്യാദരം തൃപ്പാദം തേടിയിരുന്നേ, പ്രത്യാദരം തൃപ്പാദം തേടിയിരുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. കള്ളന്റെ യാതന കേട്ടുള്ള നിൻ, കള്ളന്റെ യാതന കേട്ടുള്ള നിൻ, തുല്യമില്ലാതെയോ പിതാവന്നേ നല്ലവനേ സദയം, പിതാവന്നേ നല്ലവനേ സദയം. കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. യേശുവിൻ മൂലമൻ യാതന നൽകുവൻ, യേശുവിൻ മൂലമൻ യാതന നൽകുവൻ. നാശയിൽ കെന്തിടുന്നേ അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാതന നൽകണമേ കർത്താവേ, യാതന നൽകണമേ. കർത്താവിനെ രസിച്ചു കൊള്ളുക, അവിടുന്ന് ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്നു. കർത്താവ് സങ്കീർത്തനം 37:4 നമ്മൾ വായിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഏറ്റവും അത്യന്തികമായ ആഗ്രഹം ശരിയാണ്. നമുക്ക് ഭൗതികമായിട്ടുള്ള പല ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എന്നാൽ അത്യന്തികമായിട്ട് കർത്താവ്
എനിക്ക് അങ്ങേപ്പോലെ ആകണം, അങ്ങേപ്പോലെ ജീവിക്കണം. അവിടുത്തോട് കർത്താവ് എനിക്ക് ഏറ്റവും അടുത്ത് ജീവിക്കണം. എനിക്ക് കർത്താവ് അങ്ങേക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ജീവിതം ജീവിക്കണം. കർത്താവ് നിത്യതയിൽ അവിടുത്തെ മുമ്പാകെ ഞാൻ ഒരു ദിവസം അവിടുത്തെ ന്യായത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ കർത്താവ് അന്ന് ലജ്ജിക്കാൻ ഇടവരാതെ വണ്ണം കർത്താവ് അന്ന് കർത്താവ് അങ്ങേക്ക് ഇതിലൊന്നും വിധിക്കാൻ ഇടവരാതെ വണ്ണം ഇന്ന് തന്നെ എന്നെതിരെ നന്നായിട്ട് വിധിച്ച് കർത്താവ് അവിടുത്തെ ഇഷ്ടമെല്ലാം തികച്ച് കർത്താവ് എനിക്ക് കർത്താവ് ഒരു നാളിൽ അങ്ങേ സന്ധിക്കണം. കർത്താവ് ആത്മികമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിവൃത്തിയാകാൻ തക്കണം. നമ്മളിലൂടെയും കർത്താവ് അതെല്ലാം കർത്താവത്തെ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കണം. അങ്ങ് സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കണം. അതിനായിട്ട് കർത്താവ് അവിടുത്തെ ആ മരണം കർത്താവ് എൻ്റെ മറ്റ് ശരീരത്തിൽ വഹിക്കണം. എന്നാലേ അവിടുത്തെ ജീവൻ എനിക്ക് വെളിപ്പെടുത്തുള്ളൂ. നമുക്ക് കർത്താവിൻ്റെ ആ ജീവൻ കർത്താവ് സ്നേഹിച്ചതുപോലെ ആ ജീവൻ നമ്മളിൽ മറ്റുള്ളവരിലേക്ക് പകർന്നൊടുക്കണമെങ്കിൽ ആ കർത്താവ് മരിച്ചതുപോലെ കർത്താവ് ക്രൂസിൽ അന്തിമമായിട്ട് കർത്താവ് മരിച്ചു എന്ന കർത്താവ് തന്നെ പ്രാണനെ വെച്ച് ഒരു ദിവസം എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് കർത്താവ് ഒരു കൊച്ചു കുഞ്ഞായി കർത്താവ് വളരുന്ന പ്രായത്തിൽ തന്നെ പിതാവിനോടുള്ള ആ സ്നേഹ സംസർഗത്തിൽ ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ പിതാവിൻ്റെ പ്രേരണയെ മാത്രം ചെയ്ത് സ്വന്തം ഇഷ്ടത്തെ എപ്പോഴും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്ന അങ്ങനെ ആ സമൃദ്ധമായിട്ട് പിതാവിൻ്റെ ജീവൻ അളവില്ലാതെ നിറഞ്ഞു കവിഞ്ഞ് ആ കർത്താവെ ആ അളവില്ലാതെ ഫലങ്ങളെ കാഴ്ച യേശുവിൻ്റെ ജീവിതം നിലനിൽക്കുന്ന ഫലം ഇന്നും 2000 വർഷത്തിന് ശേഷവും നമ്മളിലൂടെയൊക്കെ ആ ഫലം നിലനിന്നുകൊണ്ടേയിരിക്കും. യേശു മരിച്ചതിൻ്റെ ആ ഫലം ഇന്ന് നിലനിൽക്കും. ഇന്നും നമ്മളും യേശു മരിച്ചതുപോലെ നമ്മുടെ പ്രാണനെ വെച്ച് നമ്മുടെ സ്വയജീവനെ വെച്ച് മരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫലം നിലനിൽക്കുന്ന ഫലമായിട്ട് അത് തുടർന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. 16-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ പോയി നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരെയും ആ നിലനിൽക്കുന്ന ഫലം നിത്യതയോടെ നിലനിൽക്കുന്ന അപ്പോസ്തലന്മാരെ അവരുടെ സ്വയജീവനിൽ മരിച്ചാൽ അതിൻ്റെ ഫലം ഇന്നും നമ്മുടെ ആ വചനത്തിലൂടെ അവരുടെ സമൃദ്ധിയിലൂടെ മനുഷ്യരുടെ ജീവിതം ഇപ്പോഴും അവരുടെ ആ ജീവിതത്തിൻ്റെ ഫലം ഇന്നും അനേകരെ അനുഗ്രഹിക്കുന്നതിലൂടെ ഫലം നിൽക്കുന്നത് പോലെ നമ്മളുടെ ഈ ചെറിയ ജീവിതം കൊണ്ട് കർത്താവെ അവർക്ക് ആഗ്രഹിക്കുന്ന നിലനിൽക്കുന്ന ഫലം സഹായിക്കണം. കർത്താവെ നന്നായിട്ട് കർത്താവെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ ആരോടൊരു കൈപ്പവിരോധവും ഇല്ലാതെ കർത്താവെ അങ്ങ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കർത്താവെ അങ്ങ് ജീവിച്ചതുപോലെ ജീവിപ്പാൻ അവിടുത്തെ പ്രമാണങ്ങളെ അനുസരിച്ച് പ്രമാണങ്ങളൊക്കെ കർത്താവെ നിരക്ക് പ്രാപിക്കാനും ക്ഷമ ചോദിക്കാനും കാണു കൊടുക്കാനും കർത്താവെ ഒരു പരാതി ഉറപ്പില്ലാതിരിക്കാനും വിധിക്കാതിരിക്കാനും കർത്താവെ ഞങ്ങൾ നിഗളിക്കാതിരിക്കാനും ഞങ്ങൾ മനുഷ്യമാനം തേടാതെ പണത്തെയോ ഈ പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഭൗതിക കാര്യങ്ങളെ ഒന്നും സ്നേഹിച്ച് അതിലൊന്നും പറ്റി പിടിച്ചിരിക്കാതെ ആ ലോകം ജഡം പിശാചിൻ്റെ തന്ത്രങ്ങളിലൊന്നും കുടുങ്ങി പോകാതെ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിൻ്റെ പ്രതാപത്തിലൊന്നും വീണു പോകാതെ കർത്താവെ അവിടുന്ന് ജീവിച്ചതുപോലെ അധികമായിട്ടാണ് സമൃദ്ധിയായിട്ട് എത്ര ഒരു സ്വർഗതുല്യമായിട്ടൊരു ജീവിതം കർത്താവ് നമ്മൾ പ്രോമിസ് ചെയ്തിരുന്നാണ്. ആ കർത്താവിൽ അങ്ങ് വസിച്ച് കർത്താവ് നമ്മളിൽ വസിച്ച് ഫലം കായ്ക്കുന്ന ജീവിതം ആ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്നാൽ നമുക്ക് സ്വയമായിട്ട് ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതിനെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ ലാളിത്യത്തിൽ നമ്മളിൽ അത് അധികമായിട്ട് വർത്തമാനമായിട്ട് ആ കാര്യങ്ങളിലെല്ലാം നിവർത്തിച്ചെടുക്കും. ഇത്ര സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാം. ഇത്ര മാതൃകയായിട്ട് എത്ര വെളിച്ചമായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ യാത്രയിൽ നമ്മുടെ ഇടപെടുന്നതിലെല്ലാം അധികം ഫലം കായ്ക്കുമെന്നൊക്കെ നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കാൻ സുന്ദരം പിതാവെ ഞങ്ങളെ തന്നെ തീർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കർത്താവെ അവിടുത്തെ മരണം വഹിക്കുവാനായിട്ട് അവിടുന്ന് ഈ ഭൂമിയിലെ കർത്താവ് ജീവിച്ചപ്പോൾ നസ്രത്തിൽ കർത്താവ് 30 വർഷത്തോളം അവിടുന്ന് ജീവിച്ചു. അതിനുശേഷം 3 വർഷക്കാലം അവിടുന്ന് കർത്താവ് ജീവിച്ചപ്പോഴൊക്കെ അവിടുന്ന് കർത്താവെ അവിടുന്ന് ആ പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ച യേശുവിൻ്റെ മരണം കർത്താവ് ഞങ്ങളിൽ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. എപ്പോഴും ക്രൂസിൽ തന്നെ ആയിരിക്കാൻ കർത്താവെ അങ്ങനെ ആ യേശുവിന് അളവില്ലാതെ പിതാവിനെ ആത്മാവിനെ കൊടുക്കാൻ സാധിച്ചതുപോലെ ഞങ്ങളിലും കർത്താവെ ഞങ്ങളിലും അത് അളവുകൂടാതെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പകർന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതം ഏറ്റവും ഫലപ്രദമായി തീർന്ന കർത്താവെ ഞങ്ങളെ കർത്താവെ നമ്മുടെ ജീവിതം കൊണ്ടത് അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായി തീരണം. അങ്ങേക്ക് ഏറ്റവും സൗരഭ്യവാസനയായി തീരണം. ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഏറ്റവും സൗരഭ്യവാസനയായി തീരണം. ഞങ്ങളുടെ പേരും കർത്താവ് ഉയരാൻ എൻ്റെ കർത്താവ് മറിച്ച് അവിടുത്തെ നാം മഹത്വപ്പെടുവാൻ അതേ ഞങ്ങളുടെ ദേശത്ത് കർത്താവ് അവിടുത്തെ നാം മഹത്വപ്പെടുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നോക്കി വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവ് നന്ദി അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ വലിയ മാതൃകയുടെ നാമത്തിൽ.